ഓക്കെ, ഈ കാണുന്ന കാറ് കിയ സോൾ എന്ന് പറഞ്ഞൊരു കാറാണ്. ഇതൊരു സെക്യൂരിറ്റി ഏജൻസിക്കാരുടെ കാറാണ്. ഇത് ഈ പാർക്കിംഗ് ലോട്ടിൽ ഇങ്ങനെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കാറാണ്. മിക്കവാറും ഈ കാർ റണ്ണിങ്ങിലായിരിക്കും. ഇത് ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഇത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലെത്തുമ്പോൾ ഈ കാറിന് ഭയങ്കര ഡാമേജ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി മിക്കവാറും റണ്ണിങ്ങിലാണ്, എൻജിൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തണുപ്പ് കാലത്ത് ഹീറ്റിംഗ് ഓണായിരിക്കും, ചൂട് കാലത്ത് AC ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കാറിൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റിക്കാരൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അധികം വണ്ടി ഓടുന്നുണ്ടാവില്ല. അധികം വണ്ടി ഓടാത്തനം കൊണ്ട് ഈ കാറുകളിലൊക്കെ മൈലേജ് കുറവായിരിക്കും. ഇങ്ങനത്തെ സെക്യൂരിറ്റി കാറുകാരുടെ കാറുകളിൽ അപ്പോൾ ഇങ്ങനെ മൈല് കുറവുള്ള കാറുകൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ഈ കാറിന് പ്രൈവറ്റ് ലൈസൻസ് പ്ലേറ്റ് ആണ്. നമ്മൾ ഈ കാറിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് പ്രൈവറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ വളരെയേറെ സൂക്ഷിച്ച് വേണം വാങ്ങാൻ. ഇങ്ങനത്തെ കാറുകളിൽ അധികം മൈലൊന്നും കാണില്ല, പക്ഷെ ഡാമേജുകൾ വളരെ ഉണ്ടായിരിക്കും. പല കുഴപ്പങ്ങളും വന്നേക്കാം. ഇങ്ങനെയുള്ള കാറുകളിലൊക്കെ മിക്കവാറും സ്റ്റാർട്ടർ മോട്ടറിന് വലിയ കംപ്ലൈൻ്റ് ഒന്നും വരാൻ സാധ്യതയില്ല. കാരണം സ്റ്റാർട്ടർ മോട്ടർ എന്തായാലും അധികം ഉപയോഗിക്കുന്നുണ്ടാവില്ല. കാരണം വണ്ടി ഓഫാക്കിയിട്ട് വേണ്ട ഇത് സ്റ്റാർട്ടാക്കാൻ. അപ്പോൾ സ്റ്റാർട്ടർ മോട്ടർ ഒഴിച്ച് ബാക്കി മിക്ക സാധനങ്ങളിലും കംപ്ലൈൻ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സെക്യൂരിറ്റി കാറിൻ്റെ ലൈസൻസ് പ്ലേറ്റ് നോക്കിയേ, ഇത് പ്രൈവറ്റ് ലൈസൻസ് പ്ലേറ്റ് ആണ്. അപ്പോൾ മിക്കവാറും ഇത് ഹിസ്റ്ററിയിൽ വരില്ല. ഇങ്ങനെ ഒരു സെക്യൂരിറ്റി കാറിൻ്റെ ഫ്ലീറ്റിലുണ്ടായിരുന്ന ഒരു വാഹനമാണെന്നുള്ളൊരു ഇതൊന്നും വരാൻ വളരെയേറെ സാധ്യത കുറവാണ്. അപ്പോൾ ഇവർ കുറേ നാൾ കഴിയുമ്പോൾ മിക്കവാറും ഇത് വിൽക്കാനാണ് സാധ്യത. ഇത് മിക്കവാറും യൂസ്ഡ് കാർ മാർക്കറ്റിൽ എത്താൻ സാധ്യതയുണ്ട്. യൂസ്ഡ് കാർ മാർക്കറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഈ കാറുകൾക്ക് കാര്യമായിട്ടുള്ള മൈലേജ് ഒന്നും ഇതിൻ്റെ അകത്ത് കാണില്ല. കാരണം ഇതധികം ഓടുന്നുണ്ടാവില്ല. ഈ നിപ്പായിരിക്കും നിപ്പ്. ഇതിൽ കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരും, പിന്നെയും ഇവിടെ തന്നെ വരും. ഈ വണ്ടി മിക്കവാറും ഓഫ് ആക്കുന്നൊന്നും ഉണ്ടാവില്ല.